സ്റ്റഡി അബ്രോഡ് എന്നൊരു പ്രോഗ്രാം എങ്ങനെയാണത് മൈഗ്രേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അയർലൻഡിലേക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രി കൂടി ആയിട്ടുള്ള അയർലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും പാത്ത് വേ പ്രോഗ്രാംസ് അവൈലബിൾ ആണോ? ഇങ്ങനത്തെ ഒരുപാട് കൺസേൺസ് ആണ് ഡെയിലി നമ്മൾ സ്റ്റുഡൻസും അവരുടെ പേരൻസിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സാറിനോട് ഞാൻ ഫസ്റ്റായിട്ട് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റഡി അബ്രോഡ് എന്നത് എങ്ങനെയാണ് ഒരു മൈഗ്രേഷനിലേക്ക് അത് ലീഡ് ചെയ്യുന്നതെന്നുള്ളത്. കുറേയധികം കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ പേരൻസിന് അറിയാൻ ആഗ്രഹമുള്ള ഒരു ഏരിയ ആണ്. സ്റ്റുഡൻസിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് യൂറോപ്യൻ കൺട്രിയിൽ അവർക്ക് സ്റ്റഡിയിൽ വരാം. അവരുടെ അക്കാഡമിക് പീരീഡ് കഴിയുമ്പോൾ അവർക്കൊരു സ്റ്റേ ബാക്ക് പീരീഡ് 2 ഇയർ സ്റ്റേ ബാക്ക് ആണ് യൂഷ്വലി. ഈ സ്റ്റേ ബാക്ക് പീരീഡിൽ അവരൊരു അവരുടെ ഓൺ പ്രൊഫഷനിലുള്ള ഒരു ജോബ് കണ്ടുപിടിക്കുന്നു. ആ ജോബ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയായിട്ടൊരു കോൺട്രാക്റ്റായി അവിടുത്തെ ഐറിഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസസ് നിന്ന് അവർക്ക് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. വൺസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് IRP കാർഡ്, ഐറിഷ് പെർമനൻറ്റ് റെസിഡൻസി കാർഡ് എന്നാണ് IRP കാർഡ്. അപ്പോൾ IRP കാർഡിന് അപ്ലൈ ചെയ്യാം. വൺസ് അവർ IRP കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിൻ്റെ അണ്ടറിലുള്ള IRP കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കൺട്രിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എലിജിബിൾ ആകുകയാണ്. അങ്ങനെയാണ് സ്റ്റഡിക്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് പെർമനന്റ് റെസിഡൻസിയിലേക്ക് മാറുന്നത്. ആ ഒരു വേയിലാണ്, ഈ രീതിയിലാണ് മൈഗ്രേഷനിലേക്ക് അവരുടെ സ്റ്റഡി പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. അതെ.